ഞാൻ ഇന്ന് രാവിലെ ഇതുവഴി പോയപ്പോ കഥ അടച്ചു കിടക്കായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ കൊച്ചാ പറഞ്ഞ നിങ്ങൾ ആശുപത്രി പോയിരിക്കായിരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു ചേട്ടാ? ഒന്നും പറയണ്ട. ഡോക്ടറെ കാണാൻ ചെന്നപ്പം സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് നേരമായി. പിന്നെ ഇനി ഇതും കൊണ്ട് ഡോക്ടറെ കാണാൻ പോണം ഒന്നുകൂടെ. അതിന് പിന്നെ വാർദ്ധക്യ പെൻഷൻ വന്നാലേ ഒക്കത്തുള്ളൂ. അതെന്ത്? നിങ്ങൾ സ്നേഹം എടുത്ത് പറഞ്ഞില്ലേ? അവൾ അയച്ചു തരൂലേ? അവള് നാട്ടിൽ വന്നത് തന്നെ മറ്റുള്ളവർ പറഞ്ഞ അറിഞ്ഞത്. പിന്നെയാണ് കാശ്. എന്റെ ഭഗവതി, മറ്റുള്ളവർ പറഞ്ഞാണ് അവള് പറഞ്ഞത് നിങ്ങൾ അറിയുന്നത്. എങ്ങനെയാ നിങ്ങൾ ആ കൊച്ചിനെ വളർത്തിയത്? പൊന്നുപോലെ വളർത്തിയതല്ലേ. ഞാൻ നിങ്ങളെ കുറ്റം പറയത്തുള്ളൂ. അവളെ താളത്തിനനുസരിച്ച് രണ്ടുപേരും തുള്ളുമായിരുന്നില്ലേ? പഠിക്കാനെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ വിട്ടു. എന്നിട്ടാ ജോലിക്ക് വേണ്ടി UK പോയി. അവിടെയുള്ള ഒരുത്തനെ കണ്ട് ഇഷ്ടപ്പെട്ടു. അവൻ തേച്ചപ്പം ഒരു രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിച്ചു. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവളോട് ചോദിച്ചിട്ടുണ്ടോ? അവളെ തോന്നിയാവസത്തിനെല്ലാം കൂട്ടുന്നു. എന്റെ നാത്തൂനെ ഇങ്ങനെയൊക്കെ ഇപ്പൊ വരുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ? ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നാത്തൂനെ, അവളെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത ലോണ് അടയ്ക്കാത്തോണ്ട് വേണ്ടി ഇപ്പം ജപ്തി നോട്ടീസ് വന്നേക്കുവാ. ഈ വയ്യാത്ത മനുഷ്യനെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? ഒരു സമാധാനമില്ല. വിഷമിക്കാതെ. ബാങ്കുകാർ വീട് കൊണ്ടുപോയിക്കോട്ടെ. നിങ്ങൾ അതൊന്നും ആലോചിക്കണ്ട. എന്റെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു റൂം തരും കേട്ടോ. നീ അത് വാങ്ങിക്കണ്ട. അവള് കഷ്ടപ്പെട്ട് ചിട്ടി പിടിച്ചുണ്ടാക്കുന്ന കാശ് നീ തന്നെ വെച്ചോ. അതൊന്നും സാരമില്ല. ആശുപത്രി പോ. എന്തോ പറയാനാ, നമ്മുടെ ഗതി ഇങ്ങനെ ആയിപ്പോയി.